സന്നിധാനത്ത് ഇത് 4-ാം തവണയാണ് എമർജൻസി മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തനം. പമ്പ മുതൽ സന്നിധാനം വരെ 18 EMC ബൂത്തുകളാണുള്ളത്. ഒരു ബൂത്തിൽ EMCT, നേഴ്സ്, അയ്യപ്പ സേവാ സംഘം എന്നിവരാണുള്ളത്. മലകയറ്റത്തിനിടയിൽ തീർത്ഥാടകർക്ക് അസ്വസ്ഥതകൾ ഉണ്ടായാൽ EMCയിലെ പ്രവർത്തകർ തീർത്ഥാടകരുടെ സഹായത്തിനുണ്ടാകും. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മലബാർ ഏഞ്ചൽസ് ഗ്രൂപ്പിന്റെ അംഗങ്ങളാണ് EMC ബൂത്തുകളിലുള്ളത്. ഇവരുടെ നേതൃത്വത്തിൽ 102 ആംബുലൻസ് സർവീസുമുണ്ട്. ഇതിന്റെ അണ്ടറിൽ എന്ത് സംഭവിച്ചാലും അവരുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു രോഗിക്ക് കിട്ടേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും മൊത്തമായിട്ട് അതിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മണ്ഡലകാലത്ത് ആദ്യത്തെ 10 ദിവസം ഹൃദയാഘാതം മൂലം 10 പേരാണ് മരണപ്പെട്ടത്. EMCയുടെ ബൂത്തുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചതോടെ തീർത്ഥാടകർക്കും ഏറെ സഹായകരമായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ഈ പ്രാവശ്യം ഡെത്തിൻ്റെ അളവ് കുറയ്ക്കാനും സാധിച്ചു. അതുമാത്രമല്ല, നമ്മൾ ഈ പ്രാവശ്യം സ്റ്റാഫിനെ EMC ടെക്നീഷ്യന്മാരെയും സ്റ്റാഫ് നഴ്സുമാരെയും കൂടുതലും നമ്മൾ നോട്ട് ചെയ്തേക്കുന്ന ക്രൂഷ്യൽ പോയിന്റുകളിലാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാൾ അപേക്ഷിച്ച് ഈ വർഷം ഡെത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയും അതുമാത്രമല്ല നമുക്ക് ഇനി അതിനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന EMCയുടെ മേൽനോട്ടം ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ്. സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്കും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും EMCയുടെ പ്രവർത്തനം വളരെയധികം സഹായകരമാണ്. ക്യാമറമാൻ ശ്രീലാൽ കൊട്ടാരക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, സന്നിധാനം.